ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കർണാടകയിലാട്ടോ. കർണാടക ഗോപാൽപേട്ട സ്വാമി ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിത് അവിടെ എത്താനാവുന്ന സമയത്ത് നമ്മളെ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് വെളുത്തുള്ളിന്റെ കൃഷി ചോദിക്കല്ലേ? ഓക്കെ, അതേതാ വെളുത്തുള്ളി കൃഷി, വെളുത്തുള്ളിയാണോ ഉള്ളിയാണോ നമുക്ക് മനസ്സിലായില്ല. അവരിങ്ങനെ ചാക്കിലാക്കുന്ന മാത്രമേ അന്നേരം ഒന്ന് പോയി ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത്. കർണാടകത്തിന്റെ ഉൾഭാഗം കേട്ടോ. ഈ എന്താ പറയാ, കൃഷി സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ താമസമൊന്നുമില്ല, ഫുള്ള് കൃഷി സ്ഥലം. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ചാക്കിലാക്കുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒരിടത്ത് പോവാം. അപ്പൊ നമ്മൾ അവരോട് സമ്മതം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. എന്താ മണം, കറക്റ്റ് വെളുത്തുള്ളി മണം കേട്ടപ്പോഴാ ഇവിടെ എവിടെയോ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതന്നെ അതന്നെ, മണം കേൾക്കൂല. മണം കേക്കല്ല, അത് പിന്നെ ഓൾറെഡി അങ്ങനെ ആണല്ലോ. ഫസ്റ്റ് ക്വാളിറ്റി വെളുത്തുള്ളി ഇതാട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. അച്ഛടേ എങ്ങനെയുണ്ട്? വെളുത്തുള്ളിയാ. നമ്മള് നേരത്തെ വണ്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ചാഞ്ഞെടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞേ ഇത് മറ്റേതാന്ന്, വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. കേട്ടോ വെളുത്തുള്ളി. ആഹാ, കണ്ടോ കംപ്ലീറ്റ് ചാക്കിലാക്കി വെച്ച വെളുത്തുള്ളി ഉണ്ടോ? എങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ചാക്കിൽ ഉണക്കി വെച്ച. ഇത് ക്ലീൻ ആക്കിയിട്ട് വെച്ചല്ലേ? ചെറുതും വലുതും തിരിക്കുന്നല്ലേ? അങ്ങനെ ചെറുതും വലുതും തിരിച്ചെടുക്കുന്ന കേട്ടോ. ഉണ്ടോ? എന്നിട്ട് ചാക്കിലേക്ക് ഇങ്ങനെ ആക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് ഫുൾ ലോഡ് കയറ്റിയതാ. വെളുത്തുള്ളി അല്ല, വെളുത്തുള്ളി. വെളുത്തുള്ളി ഫുള്ള് ലോഡ് കയറ്റി വെച്ചിട്ടാ. ഇത് അടുത്ത കൃഷിക്കായിട്ട് ഇവിടെ ട്രാക്ടർ കൊണ്ട് കണ്ടം പൂട്ടുകയാണല്ലേ? വെല്ലുള്ളി. അടുത്ത പോട്ടുന്നു. വെല്ലുള്ളിക്ക് വേണ്ടിട്ട് അടുത്ത കള സെറ്റാക്കുന്ന കേട്ടാ. ചെമ്മരിയാടാ അത്? ചെമ്മരിയാടുണ്ട് കേട്ടോ. ചെമ്മരിയാടിനെ കാണിച്ചു തരാം. ചെമ്മരിയാട് കേട്ടോ. പിന്നെ കഷ്ടപ്പെടണ്ടേ? കൃഷിയൊക്കെ ചെയ്യുമ്പോ ഒരുപാട് കഷ്ടപ്പെടണം മോനെ. അതുകൊണ്ടാ നിന്നോട് അല്ല ജാനു പറയുന്നത് കേക്ക്. ജാനു, നിന്നോട് പപ്പ പറയല്ലേ ഭക്ഷണം ഒന്നും വേസ്റ്റ് ആക്കരുതെന്നേ. കണ്ടോ, ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടാ. അതുകൊണ്ടാണ് പപ്പ എന്ന് പറയുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന്. ചെമ്മരിയാട് കണ്ടോ, ചെമ്മരിയാട് കണ്ടോ? കൊമ്പുണ്ടാവും ഇത്. ചെമ്മരിയാട് കേട്ടാ, മൊത്തം ആട്. അപ്പൊ അവിടെ തൊടാൻ പറ്റുമെന്നാ? തൊടാൻ പറ്റും. അത് ഇടിച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെ അത് ഇടിക്കും. ഇതാ അവർ വെളുത്തുള്ളി പറിക്കുന്നത് കാണിച്ചു തരാം. അത് കുത്തു തന്നെയാ. എന്നാ പിന്നെ കുത്തു പഠിച്ചു പറ്റി. വെളുത്തുള്ളി പറിക്കുന്ന നമ്മളവിടെ തരംതിരിക്കുന്നല്ലേ കണ്ടേ, വലുതും ചെറുതുമായിട്ട്. ഇവിടെ അത് പറിച്ച് അവര് വരിയായിട്ട് വെക്കുന്നത്. നമുക്ക് എന്ത് രസാ. പ്രായമായവര്, ചെറിയ പ്രായക്കാര് അങ്ങനെയൊന്നും ഇല്ലാണ്ട് പണിയെടുത്ത് ചെയ്യുന്നത്. ഇതുണ്ടോ വെളുത്തുള്ളി പറിക്കുന്ന ടൂള് കാണിച്ച, കൈക്കോട്ട് കാണിച്ച. അടിപൊളി സാധനമാണല്ലോ. ചെറിയ ചെറിയ കൈക്കോട്ട് അല്ലേ? നമ്മ തൂമ്പ പറയും, തൂമ്പ. ഇതുകൊണ്ട് കുത്തി കുത്തി പറിച്ച് ഇങ്ങനെ എടുത്തേക്കും. നല്ല ഇരുന്ന് ജോലി ചെയ്യാം. ഇത്
മൊത്തം വെളുത്തുള്ള കേട്ടോ, ഇത് മൊത്തം വെളുത്തുള്ളിയാണ്. ഇത് മൊത്തം കാണുന്ന മൊത്തം വെളുത്തുള്ള. ഇവിടുന്ന് ഇവർ എത്ര കഷ്ടപ്പെടുന്നല്ലേ, അതിനുള്ള ഇതൊക്കെ ഇവർക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ? അറിയില്ല എങ്ങനെയാ. കടയിൽ വിൽക്കുന്നവർക്കാണ് ലാഭം മൊത്തം, അവർക്ക് കഷ്ടപ്പെടും. ഈ പൊരി വെയിലത്തിരുന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ടേ ഇത് മൊത്തം അല്ലേ? പോവാ വാ. ഓ ഗൈസ്, നിങ്ങൾ കർണാടകത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റി എന്ന് വരില്ല. കാരണം നമുക്ക് വഴി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ നേരെ പോയി ചോദിച്ചത് നമ്മളെ ഗൂഗിൾ അമ്മച്ചിൻ്റെ അടുത്തട്ടാ. അമ്മച്ചി കറക്റ്റായിട്ട് നമുക്ക് ഷോർട്ട് വഴി കാണിച്ചുകൊണ്ടാണ് നമുക്ക് കർണാടകത്തിലെ ഈ ഒരു ഉൾഗ്രാമങ്ങളിലെ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയതട്ടാ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ശൈലിയും അവരുടെ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ അവരുടെ വീട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങൾ മുക്കിയും പെറുക്കിയും നേരെ ഗോപാൽപേട്ട സ്വാമി ഹിൽസിന്റെ പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെ കേട്ടോ നമ്മൾ ഗോപാൽപേട്ട ഹിൽസിലേക്ക് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, നമുക്ക് എന്താ പറയാ, പടപേടിച്ച് പന്തളത്ത് ചെന്ന് എന്നുള്ള അവസ്ഥയാട്ടോ നമ്മൾ അങ്ങനെ മുക്കിയും പൊറുക്കിയൊക്കെ വന്ന് നേരെ പൊട്ടത് വലിയൊരു ക്യൂവിന്റെ അവസാനത്താട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഈ പ്രാവശ്യം നമ്മൾ ഗോപാൽപേട്ട സ്വാമി പോയപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് നമ്മളെ മുന്നിലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 100-500 പേര് ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നുണ്ട്. നല്ല വെയിൽ, കൊടും വെയിൽ. എന്നാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനായിട്ട് ഒരു ബിസ്ലേരി വാട്ടർ വാങ്ങാൻ വേണ്ടി നമ്മൾ കടയായ കടകളിൽ മൊത്തം കയറി, എവിടെയില്ല. അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ബിസ്ലേരി ആയിട്ടുള്ള നോർമൽ വാട്ടർ ഒരു കടയിലും ഇവിടെ സെയിൽ ചെയ്യുന്നില്ല. അതാണ് മറ്റൊരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ മുക്കിയും പെറുക്കി നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായി. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടത്തേക്കുള്ള മെയിൻ വഴി വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. ഏകദേശം ഒരാൾക്ക് വരുന്നത് 60 രൂപ കേട്ടോ. ടിക്കറ്റിന്, ബസ്സിന്റെ ടിക്കറ്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അതായത് 10 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ടിക്കറ്റ് എടുക്കേണ്ടതുള്ളൂ. 10 വയസ്സിന് താഴോട്ട് വരുന്ന കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലെത്തി നോക്കുമ്പോൾ അതിലും വലിയ തമാശ. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബസ് കയറാന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ഇത് ബസ്സിന് കയറാനായിട്ട് നിൽക്കുന്ന ക്യൂ ആട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഫുള്ള് ക്യൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നീങ്ങി നമ്മൾ ബസ്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിലേക്കാണ് പോകുന്നത് കേട്ടോ. കറക്റ്റ് സീറ്റിംഗ് ഉള്ള ആളെ മാത്രം എടുത്തിട്ടാണ് ബസ് പോകുന്നത്. അല്ലാതെ സ്റ്റാൻഡിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവർലോഡ് കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ് നമ്മൾ ഈ ബസ് കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം ഈ ഹിൽസിന്റെ ടോപ്പ് വശത്താണ് നമ്മൾ ഈ ഒരു അമ്പലം വരുന്നത്. ആ അമ്പലത്തിന്റെ വ്യൂ കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബസ്സിന് കഷ്ടിച്ച് പോകാനുള്ള ഒരു വഴി മാത്രമാണ് നമ്മൾ ഈ റോഡ് വരുന്നത്. എങ്കിൽ ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ചില ഏരിയകളിൽ എത്തുമ്പോൾ മാത്രമാണ് അവർ ക്രോസിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അതിനനുസരിച്ച് കറക്റ്റ് ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ, ബസ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹിൽസിന്റെ ടോപ്പിലെത്തി. താഴെ എന്താണോ ക്ലൈമറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മേൽവശത്ത് കേട്ടോ. താഴെ കൊടും ചൂടാണെങ്കിൽ മേലെ കൊടും തണുപ്പ്, നല്ല കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര കാറ്റ് എന്ന് പറയില്ല, ആ മാതിരി കാറ്റാട്ടോ. നല്ല കാറ്റിനാണെങ്കിൽ നല്ല സൗണ്ട് കാര്യങ്ങളും നമ്മൾ എന്താ പറയാ ഫുള്ള് AC നിൽക്കുന്ന ഒരു ഫീലാട്ടോ. അമ്മാതിരി തണുപ്പ് കാര്യങ്ങളൊക്കെ കേട്ടാ. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ചെരുപ്പ് അവിടെ കഴിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉൾവശത്തേക്ക് കയറാൻ വേണ്ടി ഈ വഴിയാട്ടോ നമ്മൾ പോകുന്നത്. ഈ ഒരു വഴി കൂടി നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഓണം കഴിഞ്ഞിട്ടാണ് കൂടി ഇത്രയും ആൾക്കാരുടെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്താനായിരുന്നു കേട്ടോ. 2 സൈഡിലായിട്ട് യാചകന്മാരും അതുപോലെ തന്നെ അതുകൂടാണ്ട് തന്നെ ഇവിടത്തേക്കായിട്ട് എന്തോ ഭജന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കയറി പോകുന്ന ഭാഗത്ത് തന്നെ ഒരു തേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെന്ന് വെച്ചാൽ അപാര വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ, നല്ല തണുപ്പ്, അതുപോലെ തന്നെ വലിയ കല്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പതിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, അവിടെ അത്യാവശ്യം നല്ല ക്യൂ ആട്ടോ. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ പിറകുവശത്തായിട്ട് നിൽക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ക്യൂവിൽ കയറിയിട്ട് വേണം നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ജിറ്റിയ കാല് വേദന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് നേരം നോക്കി. കാരണം തണുപ്പ് വന്നപ്പോൾ അവളെ കാലിന് ചെറിയ വേദന അനുഭവപ്പെട്ടോ. അങ്ങനെ അവൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പിറകുവശത്ത് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് നേരെ ക്യാമറ നോക്കി അമ്പലത്തിൻ്റെ പിറകുവശത്തേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ബസ്സല്ലാതെ ഞാൻ ഇവിടെ കണ്ട ആദ്യമായിട്ട് ഒരു ജീപ്പ് കണ്ട കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ ആവശ്യമായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പേസ് ആണ്. അത്ര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആംബിയൻസ്. പിന്നെ
കൂള്. നമ്മൾ ഫുൾ എ സിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അമ്മാതിരി കൂൾ എന്ന് വെച്ചാൽ അമ്മാതിരി കൂളാട്ടോ. നല്ല തണുപ്പ്. ഇതിന്റെ പുറവശത്തെ വ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. അത്യാവശ്യം അല്ല, നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യൂ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവിടുന്ന് ഒരു പ്രസാദമായിട്ട് കൊടുക്കുന്ന കേട്ടോ. അത് അമ്മ അവിടുന്ന് വാങ്ങി ഒന്ന് കഴിച്ചു നോക്കി. അവർ ഈ ചോറും കറിയും എല്ലാം കൂടി ഒന്നായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ പിങ്കിയും ധ്യാനൂട്ടിനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിങ്കിയും ധ്യാനൂട്ടിനും കൊടുത്തിട്ടോ. അവരും വാങ്ങി കൊടുത്ത്. പക്ഷെ ധ്യാനൂട്ടിന് കാണുമ്പോൾ നല്ല ടേസ്റ്റ് പോലെ ഉണ്ട്, പക്ഷെ കഴിക്കാനായപ്പോൾ അവർ ടേസ്റ്റ് പിടിച്ചില്ല കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഒരുവിധം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന കേട്ടോ. താഴത്ത് ഇറങ്ങാൻ നേരത്തെ നമ്മൾ ബസ് കാര്യങ്ങൾക്ക് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ബസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇറങ്ങിപ്പോകട്ടോ. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആട്ടോ. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇങ്ങനെ തോന്നില്ല കേട്ടോ. നമ്മൾ പോവാന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് പോവാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പോരാൻ വേണ്ടി ഇങ്ങനെ തോന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നമ്മൾ കുറച്ചു നേരം കൂടി ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ബസ് 2-3 അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് ഇറങ്ങി അങ്ങ് പോകുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് എല്ലാവരും കൂടി ബസ്സിലേക്ക് കയറി നമ്മൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്നതാണ്. ഹിൽസിൻ്റെ മുകളിൽ താഴോട്ടേക്ക് ഇറങ്ങുന്ന കാഴ്ച കേട്ടോ. സൈഡിലൊക്കെ ആയിട്ട് വലിയ വലിയ പാറകൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് വലിയ വലിയ പാറകൾ ഇങ്ങനെ പതിച്ച് വന്നിട്ട് ഉരുൾപൊട്ടി വന്ന് വീണ് കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ വലിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഇതൊക്കെ ഈ ഒരു മഴയത്തൊക്കെ മണ്ണ് ഉതിർന്ന് വരുവാണെങ്കിൽ അത്രയും വലിയ പാറ കല്ല് കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ മണ്ണിൻ്റെ അകത്ത് പതിച്ച് കിടക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കർണാടകത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ എന്താ പറയുക, കൃഷി ചെയ്യുന്നതും മറ്റുമൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടത് നമുക്ക് വല്ലാത്ത ഒരു അനുഭവമായിട്ട് മാറി കേട്ടോ. ഞാനൊക്കെ ഇത്ര നാളും വിചാരിച്ചിരുന്ന ഈ ചെറിയുള്ളി ഈ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു യാതൊരുവിധ ഐഡിയയും കാര്യങ്ങളില്ല കേട്ടോ. കാരണം നല്ല തൂവെള്ള പോലത്തെ തൊലി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പുറം ഭാഗത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിലാണെങ്കിൽ ഇതിലുള്ള ചെളി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു എന്താ പറയുക ട്രിപ്പോട് കൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു വന്നതും നമ്മൾ പോയ അതേ വഴി കൂടിയാണ്. അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കൃഷി എന്നെയും കാണാനുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കാണിച്ചത് കേബേജ് കൃഷിയാണ്. ഇപ്പം ഇത് നമ്മളെ ഗോതമ്പ് കൃഷി കേട്ടോ. ഗോതമ്പ് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഗോതമ്പ് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നുള്ള നല്ലോണം വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് നല്ല കൊല്ലയായിട്ട് വിളഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഗോതമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെട്ടി കൃഷി കേട്ടോ. പിന്നെ കണ്ടത് ചെട്ടിപ്പൂവ് ഇഷ്ടം പോലെ ചെട്ടിപ്പൂവുണ്ട്. കാരണം ഓണം കഴിഞ്ഞുകൊണ്ട് തന്നെ പൂവ് ഒരുപാട് പറിച്ച് സെയിലായിട്ടുണ്ട്. ഇപ്പൊ ഈ ബാലൻസ് വരുന്ന ചെട്ടിപ്പൂ കാര്യങ്ങളൊക്കെ ഇനി എന്താ ചെയ്യാന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പെയിന്റിന്റെ ആവശ്യമായിട്ട് കയറ്റി പോകുന്നതാണ് പറഞ്ഞിട്ടാ. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽപ്പന ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. പച്ചക്കറി, അതുപോലെ പരിപ്പ്, കടല, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ധാന്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പാക്കറ്റിലാക്കിയിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ വീട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ. ചെറിയ ചെറിയ വീട്, നമ്മുടെ നാട്ടിലെ വീടും അവരുടെ വീടും തമ്മിൽ താരതമ്യം ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ ജീവിത ശൈലിയെ വേറെ തന്നെയാട്ടോ. ഫുൾ ടൈം കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിത രീതിയാണ് അവരത്. നമ്മളെന്ന് വെച്ചാൽ നമ്മളത് പോലെയല്ല, നമ്മുടെ ജീവിത ശൈലിയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ആ വീട് കാര്യങ്ങളും അങ്ങനെ എല്ലാ A to Z എല്ലാ സമയവും വ്യത്യസ്തപ്പെട്ടിട്ട് തന്നെയാണ് അവരുടെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഗായ്സ് നമ്മളുടെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കർണാടക ട്രാവൽ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കർണാടകത്തിൽ നമ്മളെ ഗോപാൽപേട്ട സ്വാമി ഹിൽസ് അങ്ങനെ തന്നെ പറയണം അല്ലേ, അപ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.